പ്രിയപ്പെട്ടവരെ, ആത്മവിശുദ്ധിയുടെയും മനസംസ്കരണത്തിൻ്റെയും നിഷ്ഠയാർന്ന ജീവിത പാഠങ്ങളുമായി ഒരിക്കൽ കൂടി വിശുദ്ധ റമദാൻ വന്നെത്തിയിരിക്കുന്നു. ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇനി ഒരു മാസക്കാലം പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയുള്ള വ്രതാനുഷ്ഠാനത്തിൻ്റെ നാളുകളാണ്. ക്രൈസ്തവ ഭവനങ്ങളിൽ ഈസ്റ്ററിൻ്റെ വ്രതവും ആരംഭിക്കുന്നു. അതിൽ കാരുണ്യത്തിൻ്റെ ആദ്യത്തെ 10 പാപമോചനത്തിൻ്റെ 2ാമത്തെ 10, നരകമുക്തിയുടെ 3ാമത്തെ 10, 1000 മാസങ്ങളേക്കാൾ പുണ്യം വാഗ്ദാനം ചെയ്യപ്പെട്ട ലൈലത്തുൽ ഖദറുണ്ട്. ഇഫ്താർ സംഗമങ്ങളുടെയും സാമൂഹിക ഒത്തുചേരലിൻ്റെയും സൗഹാർദ്ദക്കാലമുണ്ട്. ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് ചിട്ടയായ ജീവിത രീതിയിൽ ജീവിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുക എന്ന സതുദ്ദേശമാണ് എല്ലാ വ്രതങ്ങളുടെയും ഉൾക്കാഴ്ച. വികാരങ്ങളെ ജയിക്കാത്തവന് വലിയ ജീവിത ദൗത്യങ്ങൾ ഏറ്റെടുക്കാനാകില്ലെന്നതാണ് ഇതിലെ പാഠം. കേവലം ബുദ്ധിയുടെ വൈഭവം മാത്രം പോരാ. ആസക്തികളെ ജയിച്ച് വികാരാവേശങ്ങളെ നിയന്ത്രിക്കുന്ന മനസ്സാണ് എന്തിനേയും ജയിക്കുന്നത്. ഇച്ഛയുടെ തടവറയിൽ നിന്ന് മോചിതനാകാത്ത മനുഷ്യന് ഔന്നത്യങ്ങൾ നേടാനാകില്ല. ശങ്കരാചാര്യർ വിവേക ചൂടാമണിയിൽ പറയുന്നത് വിഷയാസക്തനായ മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നതാണ് വ്രതാനുഷ്ഠാനത്തിലെ സുപ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് എന്നാണ്. വ്രതത്തിന്റെ വിശുദ്ധിക്കൊപ്പം നോമ്പുതറ പലഹാരങ്ങളുടെ നറുമണവും പരയ്ക്കുന്ന ദിനരാത്രങ്ങൾ കൂടിയാണ് ഇനി വരാനിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പങ്കുവയ്ക്കലിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ഓരോ ഇഫ്താർ വിരുന്നുകളും. മതാതിർവരമ്പുകളില്ലാത്ത തൊഴിലിലും വേതനത്തിലും യോഗ്യതയിലും വ്യത്യസ്തരായ ആളുകൾ, വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നുള്ള ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾ, അവരെല്ലാം ഒത്തുകൂടി ഒരു തേന്മേശയ്ക്ക് ചുറ്റുമിരുന്ന് പ്രാർത്ഥനാ നിരതരായി നോമ്പു തുറക്കുമ്പോൾ മാനവികതയുടെ പാഠങ്ങളാണ് ലോകം പകർത്തുന്നത്. ദ റിയൽ ഹ്യൂമൻ സ്റ്റോറി. വിശപ്പിന്റെ വിലയറിയുന്നതിനൊപ്പം മനസ്സിൽ കരുണയും അനുകമ്പയും നിറയ്ക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശങ്കരാചാര്യർ പറയുന്നത് പോലെ, പ്രവാചകൻ പറയുന്നത് പോലെ, യേശുക്രിസ്തു പറയുന്നത് പോലെ, നിങ്ങളുടെ വികാരങ്ങളെ ജയിക്കുന്ന മനസ്സിന് മാത്രമേ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും റമദാൻ മുബാറക്.